കേരള കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് 3 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന ആഗോള മലയാളി സംഗമത്തിൽ കുട്ടികൾക്കായി പ്രത്യേക സെഷനുകൾ മറ്റൊരു വേദിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഗ്രീൻ പാസ്റ്റേഴ്സ് മിനിസ്ട്രിയുടെ ഫൗണ്ടറായിട്ടുള്ള ബോണി ചേട്ടൻ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. ചേട്ടാ, നമ്മളിപ്പോൾ ഒരു കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ആഗോള സംഗമത്തിലാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ ഈ ഒരു കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് ചേർത്ത് നിർത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് ജൂബിലിയിൽ കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞതിൽ. അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം, ഞാനൊരു 2 ആഴ്ച മുമ്പ് ഒരു കരിസ്മാറ്റിക് അനുഭവമുള്ള ഒരു കുടുംബത്തിൽ ചെന്നു. ഒരു യാത്രാ മധ്യേ കയറിയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ 4ാമത്തെ ആൺകുട്ടി, അവൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവൻ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നൊരു ചെറിയ ലീഫ്ലെറ്റ് തന്നു, ഒരു പോക്കറ്റ് ലീഫ്ലെറ്റ്. അതിൻ്റെ അകത്ത് ഞാൻ നോക്കിയപ്പം ഈശോയെ പരിചയമില്ലാത്തവർക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സിമ്പിളായിട്ടുള്ള ലീഫ്ലെറ്റാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എന്തിനാണ് കുഞ്ഞ് തന്നതെന്ന് ചോദിച്ചപ്പോൾ, ബോണിങ്ങൾക്ക് പരിചയമുള്ള ഈശോയെ അറിയാൻ പാടില്ലാത്ത ആർക്കെങ്കിലും കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് കൊള്ളാലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവിടെ കുറേ ഉണ്ട്, കുറച്ചുകൂടി തരട്ടെ എന്ന് ചോദിച്ചു. അതെന്തിനാ? അപ്പോൾ കുറേ പേരോട് ഈശോയെക്കുറിച്ച് പറയാമല്ലോ. അങ്ങനെ ഒരു 8ാം ക്ലാസ്സുകാരൻ ഈ 2026 സംസാരിക്കണമെങ്കിൽ അവനൊരു നവീകരണ കുടുംബത്തിലായതുകൊണ്ടാണ്. അപ്പം നവീകരണത്തിലൂടെ വന്ന ഒരു കുഞ്ഞിന് ഒരു ഇവാഞ്ചലൈസേഷൻ സ്പിരിറ്റ് ഉണ്ടാവും, ഒരു മിഷൻ എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിനോടൊപ്പം കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തിയാൽ സഭ ഒരു ചലിക്കുന്ന സഭയായി മാറും. ഒരു മിഷൻ സ്പിരിറ്റ് ഉണ്ടാവും. മിഷൻ സ്പിരിറ്റ് പോയാൽ പിന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണ്, അത് ചീഞ്ഞു പോകും. അതുകൊണ്ട് കുഞ്ഞുങ്ങളിൽ ഒരു മിഷൻ സ്പിരിറ്റ് ഉണ്ടാകാൻ കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് ഏറ്റവും നല്ലതാണ്. അതിന് കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞല്ലോ ഇപ്പോൾ കുടുംബത്തിലെ ഒരു കുഞ്ഞിനെ വളർത്തുന്ന കാര്യം. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ സഭയിൽ സഭയാണെങ്കിലും സമൂഹമാണെങ്കിലും നമ്മൾ ഓരോരുത്തരും ആണെങ്കിലും കുഞ്ഞുങ്ങളിലേക്ക് അത് കൊടുക്കാനായിട്ട് നമ്മൾ എത്ര എഫേർട്ട് ഇടണം, നമ്മളത് എങ്ങനെ ചെയ്യണം? ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ കാലത്തേക്കാൾ കൂടുതൽ എഫേർട്ട് വേണം. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഏതെങ്കിലും ഒരു കുഞ്ഞ് വിശുദ്ധനായിട്ട് ജീവിച്ചാൽ അവന് ഒരു ഡബിൾ അവാർഡ് കൊടുക്കണം. അത്രയും ഒരു പാപ സാഹചര്യങ്ങൾ ഇന്ന് സാത്താൻ വലവിരിച്ചിട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളും അതിനേക്കാൾ കൂടുതൽ എഫേർട്ട് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഫാമിലിയിലാണ് ഫസ്റ്റ് കാറ്റഗിസം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കാറ്റഗിസം ക്ലാസ് ഫാമിലി ആകുമ്പോൾ പാരൻസിനെ തൊട്ട് നമ്മൾ ശ്രദ്ധിച്ച് കുഞ്ഞുങ്ങളുടെ ഒപ്പം നിന്ന് കൂടുതൽ ശ്രദ്ധ ആത്മീയ കാര്യങ്ങൾ കൊടുത്താലേ ഇന്നത്തെ കാലത്ത് നമുക്ക് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റൂ. അതിനൊരുപാട് സഹായിക്കുന്ന ഒരു മൂവ്മെൻറ്റാണ് കരിസ്മാറ്റിക് മൂവ്മെൻറ്റ്.